പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നു. അവൻ ഈ ഭാഗത്ത് പറയുന്നു, അവൻ യേശു അവൻ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടി ഹല്ലേലൂയ അവൻ ഉയർന്ന ഒരു മലയിലേക്ക് പോയി അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു എന്നാണ് ഹല്ലേലൂയ നമ്മൾ അവിടെ വായിച്ചത്. ആ ഭാഗം വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അവൻ അന്നു വരെ ഇല്ലാതിരുന്ന യേശു കർത്താവിൻ്റെ ശുശ്രൂഷ വേളയിൽ അന്നു വരെ അവർ കണ്ടിട്ടില്ലാത്ത ഒന്ന് ശിഷ്യന്മാർ കാണുകയാണ്. കാണാനായിട്ട് യേശു കർത്താവ് തിരഞ്ഞെടുത്തത് മൂന്ന് പേരെ ഹല്ലേലൂയ 3 പേരെ യേശു കർത്താവ് തിരഞ്ഞെടുത്ത് അവൻ കൊണ്ടുപോകുകയാണ്. ഹല്ലേലൂയ. ഒന്ന് തിരിച്ചറിഞ്ഞോണം, എന്തിനു വേണ്ടിയാന്ന് ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ പറയും, അവൻ കഴിഞ്ഞ 6 ദിവസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഒരാഴ്ചയോളമായി ചിലർ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് യേശുവിനോടൊരു ചോദ്യം ചോദിക്കുന്നു. ചോദ്യം ഇങ്ങനെയാണ്, യേശുവേ ആകാശത്തിൽ നിന്ന് ഞങ്ങൾക്കൊരു അടയാളം വേണം. ഹല്ലേലൂയ. എൻ്റെ കൂടെ ഉണ്ടോ? ഹല്ലേലൂയ. ഈ യേശുവിനെ വിശ്വസിക്കണമെങ്കിൽ എനിക്ക് അടയാളം വേണം. ഹല്ലേലൂയ. നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ എനിക്കത് തെളിയിച്ചു തരണമെന്ന് അവൻ ചിന്തിക്കുന്ന ആരേലും ഉണ്ടേ? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കേട്ടോണം, അടയാളം വരുന്നത് ഈ ലോകത്തിൽ നല്ല അടയാളം തരുന്ന ഒരുവനുണ്ട്. അതെല്ലാവർക്കും കൊടുക്കത്തില്ല, കർത്താവിന് ഇഷ്ടപ്പെട്ടവർക്കേ കൊടുക്കത്തുള്ളൂ. ഹല്ലേലൂയ. അവൻ കർത്താവിന് വേണമെന്നുള്ളവർക്കേ സ്വർഗം അത് കൊടുക്കത്തുള്ളൂ. കഴിഞ്ഞ ആഴ്ചയിൽ ആമേൻ ഒരു ദുഃഖകരമായ ഒരു കാര്യം ഞാൻ കേട്ടു. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ സമീപത്തുള്ള ബസ് സ്റ്റോപ്പിൽ ഒരു ഹല്ലേലൂയ ഒരു സംസാരം ആമേൻ പൊതുവിൽ പറയുന്ന എനിക്ക് മോശമില്ലെന്ന് തോന്നുകൊണ്ട് പറയുവാണ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ അഭിഷേകത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ വ്യക്തികൾ ദൈവത്താൽ സ്പർശിക്കപ്പെടുന്നു. വചനം പറയുമ്പോൾ അഭിഷേകത്താൽ ആമേൻ ഹല്ലേലൂയ ചിലരെ ആരാധിക്കുകയും ആമേൻ അവരിൽ പല ചലനങ്ങളും പലരും വീഴുന്നു. ആമേൻ ഇങ്ങനെയുള്ള ഒത്തിരി ദൈവപ്രവർത്തികൾ ദൈവം ചെയ്യാറുണ്ടല്ലോ. അങ്ങനെ ഒക്കെ കണ്ടിട്ട് ഹല്ലേലൂയ ബസ് സ്റ്റോപ്പിൽ ഇരുന്ന് അവൻ അന്ന് ആദ്യമായി ആരാണെന്ന് എനിക്കറിയത്തില്ല, നിങ്ങൾക്ക് ഉണ്ടോയെന്നും അറിയത്തില്ല, ആളറിഞ്ഞൂടാത്തതുകൊണ്ട് നിങ്ങൾ എന്നെ ആമേൻ ഹല്ലേലൂയ ആമേൻ എന്ത് വിചാരിച്ചാലും നീ കുഴപ്പമില്ല, ആരോ പറഞ്ഞ് ഞാൻ കേട്ടതാ, നിങ്ങൾ ആരാന്ന് എനിക്ക് അറിയത്തില്ല, ഉറപ്പായിട്ടും നിങ്ങൾക്ക് തൊണ്ടേ ക്ഷമിച്ചേക്കുക. ഹല്ലേലൂയ ആമേൻ. ആരോ പറഞ്ഞു പോലും ആമേൻ എന്തുകൊണ്ടാ ആമേൻ ഹല്ലേലൂയ പാസ്റ്റർ എന്നെ തള്ളിയിടാത്തതെന്ന്. ഹല്ലേലൂയ ആമേൻ. അറ്റ്ലീസ്റ്റ് ദൈവത്താൽ സ്പർശിക്കപ്പെടണമെങ്കിലും ദൈവത്തിൻ്റെ ഒരു ഫേവർ വന്ന് വീഴണം. ഹല്ലേലൂയ ആമേൻ. അതുകൊണ്ട് ആമേൻ നമ്മളെ ദൈവത്താൽ സ്പർശിക്കപ്പെട്ടില്ലെങ്കിൽ ഇതിനകത്ത് നിറഞ്ഞ ദൈവ സാന്നിധ്യത്തിനകത്ത് നിങ്ങൾ ഇരുന്നിട്ട് ഒരു വചനമോ ഒരു ദൈവിക സ്പർശനമോ ഒരു ദൈവിക ഇടപെടലോ നിങ്ങൾക്കുണ്ടായില്ലെങ്കിൽ കുഴപ്പം പാസ്റ്ററിൻ്റെതല്ല, കുഴപ്പം നിങ്ങളുടേതാ. എൻ്റെ അടുത്ത് പിണങ്ങിയാലും എനിക്ക് കുഴപ്പമില്ല, അല്ലേലും എൻ്റെ അടുത്ത് കുറേ പേര് പിണക്കവാ. ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ. ഈ പ്രശ്നം പാസ്റ്ററുടേതല്ല, പ്രശ്നം ദൈവത്തിൻ്റെതല്ല, പ്രശ്നം നിങ്ങളുടേതാ. സ്വന്തമായിട്ടൊന്ന് ചോദിച്ചു നോക്കണം, ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നതിന് ആ വിശുദ്ധനായ ദൈവത്താൽ സ്പർശിക്കപ്പെടുന്നതിന് എനിക്കുള്ള കുറവെന്താ എന്ന് ദൈവത്തോട് ചോദിച്ചു നോക്കണം. ഓക്കെ. ഹല്ലേലൂയ. അപ്പോൾ പരസ്യമായി ഒരു ചോദ്യത്തിനുള്ള മറുപടി ഞാൻ തന്നിട്ടുണ്ട്. ഇനി അടുത്ത് ഈ വിഷയം സംസാരിക്കുമ്പോൾ നിങ്ങൾ മറുപടി പറഞ്ഞു കൊടുക്കണം. ഓക്കെ. ബസ് സ്റ്റോപ്പിൽ ഇരുന്ന് കേൾക്കുന്ന ഒത്തിരി പേര് ഇതിനകത്തുണ്ട്. അതുകൊണ്ട് അവൻ നിങ്ങൾ കേൾക്കുമ്പോൾ മറുപടി നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ദൈവത്തിന് തൊടണമെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ക്വാളിഫിക്കേഷൻ വേണമെന്ന്. അന്നേരം അങ്ങനേരം ഒരു മാനസാന്തരം വരട്ടെ. ഹല്ലേലൂയ. ഓക്കെ. ഞാൻ തിരിച്ചു വരികയാണേ. അവൻ ഇവിടെ യേശു കർത്താവ് അവൻ എന്തുകൊണ്ടാ ഇവർ 3 പേരെയും കൂട്ടി മലമേൽ കടന്നു പോകുന്നത്? എൻ്റെ ചിന്ത ഏകദേശം 6 ദിവസങ്ങൾക്ക് മുമ്പെന്ന് ഒരു ഭാഗത്ത് വേദപുസ്തകത്തിനകത്ത് 3 ഭാഗത്ത് ഈ ഭാഗം പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം, മർക്കോസിൻ്റെ സുവിശേഷം 9-ാമത്തെ അധ്യായം, ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാമത്തെ അധ്യായം. ഈ 3 ഭാഗങ്ങളിലും യേശു കർത്താവ് ഈ 3 ശിഷ്യന്മാരുടെ മുൻപിൽ രൂപാന്തരപ്പെട്ടതായി വചനം പറയുന്നു. ഈ 3 ഭാഗങ്ങളിലും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ 2 ഭാഗങ്ങൾ 6 ദിവസം മുൻപേ എന്നും ഒരു ഭാഗത്ത് 8 ദിവസം മുന്നേ എന്നും പറഞ്ഞിട്ട് ഈ ഭാഗം പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ 8 ദിവസം കഴിഞ്ഞ മുന്നേ എന്നല്ല കഴിഞ്ഞ ശേഷം എന്ന്. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നത് 6 ദിവസം കഴിഞ്ഞ ശേഷം എന്നാണ്. ഹല്ലേലൂയ. ഈ 6 ദിവസത്തിന് മുമ്പ് എന്തോ നടന്നിട്ടുണ്ട്. ഓ കൂടുണ്ടോ? ഉറങ്ങിയില്ലല്ലോ? എല്ലാവരും ഒന്ന് ചിരിച്ചേ, സന്തോഷത്തോടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ ആരും അല്ല പറഞ്ഞത്,
വാസ്തവമായിട്ടും നിങ്ങൾ ആരും അതിനകത്ത് ഉൾപ്പെട്ടവരെ അല്ല. നിങ്ങളെല്ലാവരും ഔട്ട് ഓഫ് കവറേജ് ആയിരിക്കും. അതിന് പുറത്ത്. ഹല്ലേലൂയ. ഓക്കെ, അതുകൊണ്ട് എന്നെ തുറിച്ച് നോക്കണ്ട. സത്യമായിട്ടും എനിക്ക് പേടിയാ. പിന്നെ ഇവിടെ നിൽക്കുമ്പോൾ എന്തോ ഒരു ധൈര്യം ദൈവം തരുന്നുണ്ട്. ആ ധൈര്യത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് നോക്കി പേടിപ്പിക്കല്ലേ. ഞാൻ പെട്ടെന്നിരിക്കാം. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ഓക്കെ, ഞാൻ ഇങ്ങോട്ട് വരട്ടെ. അപ്പോൾ അതിനു മുമ്പ് 6 ദിവസം മുൻപ് ഹല്ലേലൂയ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. എന്താ സംഭവിച്ചതെന്ന് 16-ാമത്തെ അധ്യായം തുടക്കവാക്യങ്ങൾ അവിടെ ഇങ്ങനെ പറയുന്നു. അവൻ യേശു കർത്താവിന്റെ അടുക്കലേക്ക് പരീശന്മാരും സദൂക്യരും വന്നിട്ട് യേശുവിനോട് ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ്: അല്ലയോ യേശുവേ, ഞങ്ങൾക്ക് ആകാശത്തിൽ നിന്ന് അടയാളം വേണം. ഹല്ലേലൂയ. എന്ത് വേണം? ആകാശത്തിൽ നിന്ന് അടയാളം വേണം. എന്തിനാന്ന് അവിടെ പറഞ്ഞിട്ടില്ല. ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. എല്ലാവരും പറയുകയാണ് യേശു കർത്താവ് വലിയ അത്ഭുതങ്ങൾ ചെയ്യുന്നു. അതിന്റെ തൊട്ട് മുകളിലത്തെ അധ്യായം 15-ാമത്തെ അധ്യായം വായിച്ചാൽ അവിടെ വചനം പറയുന്നു യേശു കർത്താവ് ഭൂതങ്ങളെ പുറത്താക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു. അതിന്റെ തൊട്ട് മുമ്പത്തെ ഭാഗം 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നു. ഇതെല്ലാം അവൻ ഭൂമിയിൽ അടയാളമായി കാണുമ്പോൾ തന്നെ ഇവർക്ക് ഇത് കൊണ്ടൊന്നും തൃപ്തിയാകുന്നില്ല. ചിലരുണ്ട് എത്ര കണ്ടാലും തൃപ്തി വരത്തില്ല, എത്ര അനുഭവിച്ചാലും ആമേൻ ഹല്ലേലൂയ ആമേൻ എന്ത് പറയാ അനുഭവിച്ച ദൈവസാന്നിധ്യം അനുഭവിച്ച് തൃപ്തി വരുന്നില്ലെന്നല്ല. ആമേൻ ഹല്ലേലൂയ എത്രത്തോളം ആമേൻ ലഭിച്ചാലും അതിനകത്തൊന്നും വിശ്വാസം വരാത്തവരുണ്ട്. ആമേൻ അതുപോലെ ഈ സദൂക്യർ ഇവർക്ക് എന്താ കാര്യം എന്നറിയാമോ? ഇവർക്ക് യേശുവിനെ അംഗീകരിക്കാനൊട്ട് മനസ്സില്ല. ഹല്ലേലൂയ. ഇഷ്ടമില്ലാത്തവർ നമ്മുടെ അടുത്ത് വന്നാൽ നമ്മൾ എന്ത് മാത്രമേ കാണത്തുള്ളൂ? കുറ്റം മാത്രമേ കാണത്തുള്ളൂ. അപ്പൊ എന്നെ നിങ്ങൾക്ക് ഇഷ്ടമല്ല, എല്ലാവർക്കും ഇഷ്ടമാണ് എനിക്കറിയാം. അല്ല, എന്നെ നിങ്ങൾക്ക് ഇഷ്ടമല്ലെന്ന് ചിന്തിക്കേ. ഹല്ലേലൂയ. അവരെ നിന്ന നിപ്പ് കണ്ടോ? വീട്ടിലിരുന്ന ഡ്രസ്സ് കണ്ടോ? ഹല്ലേലൂയ. സ്കാർഫ് ഇട്ടിരുന്ന രീതി കണ്ടോ? ഹല്ലേലൂയ. എന്തൊക്കെയാ പറഞ്ഞത്? ഇതെല്ലാം നിങ്ങൾ പുറത്ത് ചെന്ന് പറയും. മുമ്പ് ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്, കുഴപ്പമില്ല. ഹല്ലേലൂയ. ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യും? പുറത്ത് എന്ന് പറയും. ഹല്ലേലൂയ. ആമേൻ. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര വിഷമം, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, സന്തോഷമായിരിക്കും. കർത്താവിന് സ്തോത്രം. കാരണം ഇത് പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് വലിയ നന്മ വരും. ഹല്ലേലൂയ. ഈ പറയണവർക്ക് ഇത് അറിഞ്ഞൂടാ. അയ്യേ, ഇപ്പൊ പറയണ്ടായിരുന്നു, രഹസ്യം വെളിപ്പെടുത്തി. എന്നാലല്ലേ നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് അനുഗ്രഹം വരത്തുള്ളൂ. ഹല്ലേലൂയ. എവിടെ പറയുന്ന 3 ദിവസം കഴിയുമ്പോൾ ദൈവം എനിക്ക് അതിന് നികത്തത്തക്ക ഒരു നന്മ തരും. എന്തുകൊണ്ടാ പാസ്റ്റർമാർ അനുഗ്രഹിക്കപ്പെടുന്നതെന്നറിയാവോ? കുറ്റം പറയുന്ന വിശ്വാസികൾ കൂടുതലുണ്ടെങ്കിൽ പാസ്റ്റർമാർ അനുഗ്രഹിക്കപ്പെടും. ഓപ്പണാണ്, ഒന്നും മറച്ചേക്കത്തില്ല. കുറ്റം പറയുന്ന വിശ്വാസികൾ കൂടുതലുണ്ടെങ്കിൽ പാസ്റ്റർമാർ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളെ നോക്കി ആരേലും കുറ്റം പറയുന്ന വിചാരിച്ചപ്പോൾ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും, ഉറപ്പാ. ഹല്ലേലൂയ. അതുകൊണ്ട് 4 കുറ്റം ചെയ്യരുത്, തെറ്റ് ചെയ്യരുത്. തെറ്റ് ചെയ്യാതെ കുറ്റം പറഞ്ഞാൽ അനുഗ്രഹം ദൈവം നമുക്ക് തരും. ഇന്നല്ലെങ്കിൽ നാളെ അത് ഉറപ്പാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓക്കെ, ഞാൻ എൻ്റെ വിഷയം മാറുന്ന എനിക്കറിയാം, പെട്ടെന്ന് വരുന്നു. ഹല്ലേലൂയ. ഓക്കെ, ആമേൻ. ഇവിടെ യേശുവിനെ നോക്കിയിട്ട് യേശുവിൻ്റെ അടുത്ത് ആമേൻ യേശുവിനോട് പറയുകയാണ്, യേശുവിൻ ഞങ്ങൾക്ക് എന്തു വേണം? അടയാളം വേണം. എങ്ങനെയും ഈ കാണുന്നതൊന്നും ഇവർക്ക് വിശ്വസിക്കാൻ വയ്യ. ഇവർക്ക് എങ്ങനെയെങ്കിലും യേശുവിനെ അംഗീകരിക്കാതിരിക്കാൻ ഒരു അവസരം വേണം. ഹല്ലേലൂയ. എന്ത് വേണം? ഇവർക്ക് അംഗീകരിക്കാൻ വയ്യ, യേശുവിനെ അംഗീകരിക്കാൻ വയ്യ. എന്ത് വില കൊടുത്തും ഇവർക്ക് യേശുവിനെ അംഗീകരിക്കാതിരിക്കണം. അതിനുവേണ്ടി ഇവർ ചികയുകയാണ്. ഇവർ വന്നിട്ട് പറയും, യേശു കർത്താവേ, ആകാശത്തിൽ നിന്ന് ഞങ്ങൾക്ക് അടയാളം വേണം. ഹല്ലേലൂയ. യേശു കർത്താവ് പറഞ്ഞു, ആമേൻ, ആര് വ്യാജമുള്ള തലമുറയാണ് ആമേൻ ആകാശത്തിൽ നിന്ന് അടയാളം നോക്കുന്നത്. അതിനൊരൊറ്റ അടയാളമേ ഉള്ളൂ, യോനയുടെ കാലത്തുള്ള അടയാളം എന്ന് പറഞ്ഞ് യേശു ആ വിഷയം വിടുന്നു. പക്ഷേ യേശു കർത്താവ് പറയുക, ഞാൻ അടയാളം എല്ലാവർക്കും കൊടുക്കത്തില്ല. അവൻ ചിലർക്ക് വേണ്ടി ഞാനത് വെച്ചിട്ടുണ്ട്. ആകാശത്തൊന്ന് അടയാളം ചോദിച്ചെങ്കിൽ അടയാളം പ്രാപിപ്പാൻ യോഗ്യനായ, അതിനുവേണ്ടി എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ട ചിലർ എനിക്ക് വേണ്ടിയുണ്ട്. അടയാളത്തിന് വേണ്ടി അവൻ എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ട, ഞാൻ പറയാം, ദൈവം ഒന്നും അവൻ അർഹതയില്ലാത്തവർ കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല, യോഗ്യത ഇല്ലാത്തവർ കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കൃപയുടെ ദൃഷ്ടി നിന്റെ മേൽ വീണിട്ടുണ്ടെങ്കിൽ അതിനും ദൈവത്തിന് നിന്റെ മേൽ കണ്ടിരിക്കുന്ന ചില യോഗ്യതകളുണ്ട്. നമ്മളാരും യോഗ്യന്മാരല്ല, പക്ഷെ ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ വേണമെങ്കിൽ പോലും അവൻ നമ്മുടെ മേൽ വരേണ്ടുന്ന ഒരു യോഗ്യതയുണ്ട്.
ദൈവത്തിന്റെ കൃപ വീഴണമെന്നുള്ള യോഗ്യത പഠിപ്പല്ല, സൗന്ദര്യമല്ല, പുറമേയുള്ള വേഷവിധാനമല്ല. എന്തൊക്കെ ഉണ്ടെങ്കിലും കർത്താവേ, എനിക്ക് പ്രാഗൽഭ്യം പറയാൻ ഒന്നുമില്ല, നിർത്തുന്നത് അങ്ങയുടെ കൃപയോ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ദൈവ പൈതലിനെ നോക്കി ദൈവത്തിന്റെ കൃപ ഇറങ്ങി വരും. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു കർത്താവ് പറയുക, അവര് ചോദിച്ചു 6 ദിവസങ്ങൾക്ക് മുമ്പ് ആകാശത്തിൽ നിന്ന് ഒരടയാളം വേണമെന്ന്. പക്ഷെ ഞാൻ അവർക്ക് അടയാളം കൊടുക്കത്തില്ല. കർത്താവ് മറ്റൊരു മറുപടിയും പറയാതെ പുറത്തു വരിക. ഹല്ലേലൂയ. ഒത്തിരി അത്ഭുതങ്ങൾ സ്വർഗം ചെയ്യുക. രോഗികൾ സൗഖ്യമാകുന്നു, ഊമര് സംസാരിക്കുന്നു, കുരുടർ കാണുന്നു, ചെകിടർ കേൾക്കുന്നു. നിങ്ങൾ 15-16 അധ്യായമൊക്കെ വായിച്ചു നോക്കുക. അവിടെ ഒക്കെ ഇങ്ങനെ നിരത്തി അത്ഭുതങ്ങൾ പറഞ്ഞിരിക്കുക. ഒടുവിൽ 16-ാമത്തെ അധ്യായത്തിൽ യേശു കർത്താവ് ശിഷ്യന്മാരോട് ചോദ്യം ചോദിക്കുക. ഈ ജനം എന്നെ ആരെന്ന് പറയുന്നു? ഹല്ലേലൂയ. അവർ പറയുക, ചിലർ ഏലിയാവെന്ന് പറയുന്നു. ഏലിയാവ് ആകാശത്ത് നിന്ന് അടയാളം കാണിച്ച മനുഷ്യനാ. ഹല്ലേലൂയ. ചിലർ ഏലിയാവെന്ന് പറയുന്നു, മറ്റു പല പ്രവാചകന്മാരുടെയും പേര് പറയുന്നു. യേശു ചോദിക്കുക, എന്നാൽ നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? ഹല്ലേലൂയ, ആമേൻ. ഉടനെ പത്രോസ് ചാടി വീണിട്ട് പറയുകയാണ്, യേശുവേ, അങ്ങ് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ഹല്ലേലൂയ, ആമേൻ, ആമേൻ ഇല്ലേ? ഹല്ലേലൂയ. യേശുവേ, അങ്ങ് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്നുത്തരം പറഞ്ഞു. യേശു കർത്താവ് പറയുക, ജഡരക്തങ്ങളല്ല, ഹല്ലേലൂയ, ഇത് നിനക്ക് വെളിപ്പെടുത്തി തന്നതാ സ്വർഗത്തിലുള്ള എൻ്റെ പിതാവാണ്. ഹല്ലേലൂയ. ജഡരക്തങ്ങളല്ല. ഈ ഒരു കഴിഞ്ഞ ആഴ്ച ഞാൻ ഈ വിഷയം, കഴിഞ്ഞ 2 ആഴ്ചക്കകത്ത് ഈ വിഷയം എടുത്തു. ജഡരക്തങ്ങളല്ല, യേശുവിനെ ക്രിസ്തു ആന്ന് ഒരു വെളിപ്പാട്, നമ്മുടെ ലൈഫിനകത്ത് യേശു ആരാന്നൊരു വെളിപ്പാട് വന്നിട്ടുണ്ടെങ്കിൽ അത് ജഡരക്തങ്ങൾക്ക് വെളിപ്പെടുത്താൻ ഒക്കത്തില്ല. അവൻ സ്വർഗത്തിലെ നമ്മുടെ ദൈവത്തിനു മാത്രമേ അത് നമുക്ക് വേണ്ടി വെളിപ്പെടുത്താൻ പറ്റത്തുള്ളൂ. യേശു പറയുക, ജഡരക്തങ്ങളല്ല, ആമേൻ, സ്വർഗമാണ് നിങ്ങൾക്കത് വെളിപ്പെടുത്തുന്നു. വീണ്ടും ദിവസം കഴിഞ്ഞു. ഹല്ലേലൂയ. നമ്മൾ വായിച്ച 17-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് ഇവരെ കൂട്ടി മലമുകളിലേക്ക് കൊണ്ടുപോവുക. ഹല്ലേലൂയ. എത്ര പേരാന്ന് വെച്ചാൽ 3 പേര്. എന്തുകൊണ്ടാണ് കർത്താവ് ഈ 3 പേരെ മാത്രം സെലക്ട് ചെയ്തത്? ഹല്ലേലൂയ, ആമേൻ. കർത്താവിന് പക്ഷഭേദം ഉണ്ടോ? ഇല്ല. ഹല്ലേലൂയ. കർത്താവ് സ്നേഹത്തിൽ പക്ഷഭേദം കാണിക്കാറുണ്ടോ? ഇല്ല. എല്ലാവരോടും സ്വർഗം ഒരുപോലാണ്. എല്ലാവരും ഒരുപോലെയാണ് കാണുന്ന കർത്താവ്. പക്ഷേ ഈ 3 പേരെ മാത്രം യേശു കർത്താവ് തിരഞ്ഞെടുത്ത് മലമുകളിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്താ അതിൻ്റെ കാര്യം? ആമേൻ. വചനം ആമേൻ നമ്മൾ മുൻപിലോട്ട് പഠിച്ചു നോക്കിയാൽ ഈ 3 പേരുടെ മേൽ സ്വർഗം അസാധാരണമായ നിയോഗങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അസാധാരണ. ഇന്ന് പകൽക്കാലം നിങ്ങൾ തിരിച്ചറിഞ്ഞോണം, ചില മേഖലയ്ക്കകത്തേക്ക് ആരും കടന്നു ചെല്ലാൻ മടിക്കുന്ന ചില മേഖലകൾക്കകത്തേക്ക് സ്വർഗം നമ്മളെ ഗൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരൊറ്റ കാരണമേ ഉള്ളൂ. ഏകാന്തതക്കകത്തോട്ട്, ഒറ്റപ്പെടലകത്തോട്ട് സ്വർഗം നമ്മളെ വലിച്ചടുപ്പിക്കുന്നെങ്കിൽ കുടുംബക്കാർക്ക് ആർക്കും നമ്മളെ വലിയ സുഖിക്കത്തില്ല സിസ്റ്ററെ. അവൻ കൂട്ടുകാർക്ക് വലിയ ചങ്ങാത്തമില്ല. കുടുംബക്കാർക്ക് ഞങ്ങളെ കാണുന്നതേ വെറുപ്പാണ്. അയൽക്കാർക്ക് കാണുന്നത് വെറുപ്പാ. അയൽക്കാർക്കൊന്നും ഞങ്ങളോട് വലിയ കാര്യമില്ല എന്നൊക്കെ പറയുന്നവരോട് ഞാൻ പറയും, ചില ഉയർന്ന മലകളിലേക്ക് സ്വർഗം നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലെ ചില ഉയർന്ന ദൈവിക നിയോഗങ്ങളെ സ്വർഗം നിങ്ങളുടെ മേൽ വെച്ചിട്ടുണ്ട്. പ്രിയ സഹോദര സഹോദരി, നീ ഒറ്റയ്ക്കാവുന്നത് വെറുതെയല്ല. നിന്റെ കുടുംബം ഒറ്റപ്പെടുന്നത് വെറുതെയല്ല. നിന്റെ കുടുംബം ആമേൻ, ഹല്ലേലൂയ, ആമേൻ, മാറ്റി നിർത്തപ്പെടുന്നത് വെറുതെയല്ല. ദൈവത്തിന്റെ ചില ഉയർന്ന പദ്ധതികൾ നിന്റെ മേലുണ്ടെങ്കിൽ, നിന്റെ കുടുംബത്തിനകത്തുണ്ടെങ്കിൽ, നിശ്ചയമായി ചില മേഖലക്കകത്തുനിന്ന് ദൈവം നിന്നെ വേറിട്ട് കൊണ്ടുപോകും. എല്ലാവരെയും ഒറ്റപ്പെടുമ്പോ, ഹല്ലേലൂയ, ഞാൻ ഒരു കാര്യം പറയാം,
അവിടൊക്കെയും കരം പിടിക്കുന്ന ഒരുവനുണ്ട്. ഇവരെ 3 പേരെ കർത്താവ് കൈക്ക് പിടിച്ചു വെച്ച് പറയും, വാ, ഹല്ലേലൂയ, വാ. അവൻ കൂട്ടിക്കൊണ്ട് ഉയർന്ന മലയിലേക്ക് പോകുക. പത്രോസ് ആരാന്നറിയാമോ? പത്രോസിനെ നോക്കിയാൽ പറയും ശിഷ്യന്മാരിൽ ഒന്നാമനാ. ശിഷ്യന്മാരിൽ ഒന്നാമൻ. ഹല്ലേലൂയ. അവൻ ഒറ്റ പ്രസംഗം കൊണ്ട് 3000 പേരെ ഒരുമിച്ച് ദൈവരാജ്യത്തിനകത്ത് സഭയ്ക്കകത്തോട്ട് കയറ്റുവാൻ ഒരു വലിയ നിയോഗം വിളിയിങ്കൽ തന്നെ പ്രാപിച്ച മനുഷ്യൻ. അല്ല, നീ വാ, നീ മീൻ പിടിക്കുന്നവനല്ല, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കും എന്ന നിയോഗം പ്രാപിച്ച മനുഷ്യൻ. അതിലുപരിയായി ഞാൻ ഒരു കാര്യം പറയും, അവൻ യേശുവിനെ അവൻ ശക്തിയോടെ സ്നേഹിച്ചിരുന്ന മനുഷ്യൻ. ഭയങ്കരമായി ആഴത്തിൽ യേശുവിനെ സ്നേഹിച്ച മനുഷ്യൻ. ഹല്ലേലൂയ. യേശു സ്നേഹിച്ച ശിഷ്യനെ ആരെയാ പരിചയപ്പെടുത്തുന്നേ? യോഹന്നാനെ അല്ലേ? ഹല്ലേലൂയ. അതേസമയം യേശുവിനെ സ്നേഹിച്ച ശിഷ്യനെന്ന് വേണേ നമുക്ക് ആരെ പറയാം? പത്രോസിനെ പറയാം. കാര്യം എന്തെന്നറിയാവോ? ഗദശമന തോട്ടത്തിനകത്ത് സകല ശിഷ്യന്മാരും ചിതറിപ്പോയപ്പോ അവൻ ഒരു മനുഷ്യൻ പതുങ്ങി അവൻ മഹാപുരോഹിതന്മാരുടെ അരമനയോളം യേശുവിനെ അനുഗമിക്കുക. അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ. ഹല്ലേലൂയ. അതിനുശേഷം യേശുവിൽ നിന്ന് നന്മയൊന്നും പ്രാപിക്കാൻ ഈ മനുഷ്യനുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയാമേല. പക്ഷേ ഈ മനുഷ്യന് പറയാനൊന്നുണ്ട്, എന്റെ ഗുരു എനിക്ക് അവനെ വിട്ടുപിരിയാൻ വയ്യ. മഹാപുരോഹിതന്മാരുടെ അരമനയോളം യേശു കർത്താവിനെ ഹല്ലേലൂയ പത്രോസ് അനുഗമിക്കുന്നത് ഈ ലോകത്തിലെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നില്ല, തനിക്ക് യേശുവിനോടുള്ള സ്നേഹം കൊണ്ട്. ഇന്ന് പകൽക്കാലം ഞാൻ പറയാ, ചില പ്രശ്നങ്ങളുണ്ട്, ചില പ്രതിബന്ധങ്ങളുണ്ട്, ചില കഷ്ടതകളുണ്ട് എന്നറിഞ്ഞിട്ടും ദൈവത്തെ വിടാതെ യേശുവിന്റെ സ്നേഹത്തെ പിൻപറ്റുന്ന കർത്താവിനെ പിന്തുടരുന്നവരുണ്ടോ? You are a special. You are a special. പ്രതിസന്ധിയുടെ നടുവിൽ, പ്രതികൂലത്തിന്റെ നടുവിൽ, ഞെരുക്കത്തിന്റെ നടുവിൽ ആഗ്രഹിച്ചതൊന്നും യഥാസമയത്ത് നടക്കാതിരുന്നപ്പോഴും യേശുവിനെ പിന്തുടരുന്നവരുണ്ടോ? You are a special for our Jesus. ഇന്ന് പകൽക്കാലം സ്വർഗത്തിന് നീ ഒരു സ്പെഷ്യലാ. ആരൊക്കെയോ അടയാളം ചോദിച്ചിട്ട് കൊടുക്കാതെ നിനക്ക് തരുവാൻ തക്കവണ്ണം ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. ആരൊക്കെയോ അടയാളം ചോദിച്ചു കൊടുക്കാത്തത് അവൻ അങ്ങനെ കർത്താവിനെ സ്നേഹിച്ച് കഷ്ടതയിലും തളരാതെ, പ്രതിസന്ധിയിലും തളരാതെ, പ്രതികൂലത്തിലും തളരാതെ ആമേൻ നിൽക്കുന്ന നിനക്ക് വേണ്ടി അത് തരുവാൻ എന്റെ ദൈവത്തിന് താല്പര്യമുണ്ട്. പ്രയാസമാ, കഷ്ടതയാ, മുമ്പിൽ പ്രതികൂലമാ, മഹാപുരോഹിതന്മാരുടെ അരമനയ്ക്കകത്തോട്ട് കയറിയാൽ യേശുവിനെ പിടിച്ചുകൊണ്ട് പോകുന്നതാ. കൂടെ പോയാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല. അവൻ എന്നിട്ടും ഭയപ്പെടാതെ ഹല്ലേലൂയ യേശുവിനെ പിൻപറ്റണമെങ്കിൽ ഒരൊറ്റ കാര്യം, കർത്താവിനോടുള്ള സ്നേഹം. ഞാൻ പറയും, ദൈവത്തോട് സ്നേഹമുള്ളവർ എന്ത് പ്രതിസന്ധി വന്നാലും പിന്മാറത്തില്ല. ഹല്ലേലൂയ. ആമേൻ. സ്നേഹം ഭയത്തെ ഓവർകം ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ ആപത്തിൽപ്പെട്ടാൽ ചില അപ്പനമ്മമാർ അതുപോലെ ആ പ്രതിസന്ധിക്കകത്തോട് അടുത്ത് കയറുന്നേ. കയറിക്കിടക്കാൻ ഒരൊറ്റ വീടേ ഉള്ളൂ, മറ്റൊരു സ്ഥലമില്ല. നാളെ എന്താകുമെന്നറിയാതെ തൻ്റെ കുഞ്ഞിന് വേണ്ടി എല്ലാം ചെലവിടുന്നതേ, വിറ്റുപറക്കിയ കുഞ്ഞിന് വേണ്ടി എല്ലാം ചെലവിടുന്നതേ ബുദ്ധിമോശമല്ല പറയുന്നത്, അവിടെ സ്നേഹത്തിൻ്റെ ആധിക്യം കൊണ്ട്. ഇന്ന് പകൽക്കാലം ഞാൻ പറയും, കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഇതിനകത്തുണ്ടോ? യു ആർ എ സ്പെഷ്യൽ. കർത്താവിന് നിങ്ങളൊരു സ്പെഷ്യലാ. ആരൊക്കെയോ ചോദിച്ചിട്ട് ആമേൻ കൊടുക്കാത്ത ഒരടയാളം ദൈവം നമുക്കായി വെച്ചിട്ടുണ്ട്. പത്രോസ് പറയും,
പ്രാഗൽഭ്യം പറയാനൊന്നുമില്ല. നമ്മൾ നോക്കിയിട്ട് പറയും സ്നേഹമുണ്ട് കർത്താവിനോട്. തീർന്നില്ല. ഒറ്റ പ്രസംഗത്തിൽ ഒരു കൂട്ടം പേര് ദൈവരാജ്യത്തിനായിട്ട് കയറ്റേണ്ട മനുഷ്യർ, ഒരു വലിയ നിയോഗം. അവൻ ഒടുവിൽ ക്രൂശിക്കപ്പെടുമ്പോൾ, ഒടുവിൽ മരണസമയത്ത് യേശു നേരെ ക്രൂശിക്കപ്പെട്ടു. പത്രോസ് തലകീഴായി ക്രൂശിക്കപ്പെട്ടു. ഹല്ലേലൂയ. അങ്ങനെ ഹല്ലേലൂയ. കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മനുഷ്യൻ, ഒന്നാമത്തെ മനുഷ്യൻ. എന്തുകൊണ്ടാണ് ഈ 3 പേരെ കർത്താവ് സെലക്ട് ചെയ്ത്? ഒന്നാമത്തെ ആൾ പത്രോസ്. ഭയങ്കരമായിട്ട് കർത്താവിനോട് സ്നേഹമായിരുന്നു. പിന്നെ ഒരു വലിയ നിയോഗം പത്രോസിൻ്റെ മേലുണ്ടായിരുന്നു. രണ്ടാമത്തെ മനുഷ്യൻ യാക്കോബ്. യാക്കോബിനെയും യോഹന്നാനെയും അറിയപ്പെട്ടിരുന്ന ഇടിമക്കൾ എന്നാണ്. ഹല്ലേലൂയ. ഇടിമക്കൾ. ഹല്ലേലൂയ. ആമേൻ. ഇടിമക്കൾ. ഇവരെ അസാധാരണമായ ധൈര്യം ഉണ്ടായിരുന്നവരെന്നാണ് പറയുന്നത്. ഞാൻ അതിനെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് വായിച്ചതാണേ. അസാധാരണ ധൈര്യം ഉണ്ടായിരുന്നു. ഈ ധൈര്യം ഗെത്സമനത്തെ തോട്ടത്തിലുണ്ടായിരുന്നു എന്നോട് ചോദിക്കരുത്, എനിക്കറിയാൻ മേല. അവരാരെയും കണ്ടില്ല അവിടെ. പത്രോസിനെ യേശുവിനെ മാത്രമേ കണ്ടുള്ളൂ. ഹല്ലേലൂയ. ഓക്കെ. ഇടിമക്കൾ ധൈര്യമുള്ളവരായിട്ട് ഇവരെ അറിയപ്പെടുന്നത്, ഇവരെ പറയപ്പെടുന്നത്. ഹല്ലേലൂയ. യാക്കോബിനെയും യോഹന്നാനെയും. ഈ യാക്കോബിനെ കുറിച്ച് ചോദിച്ചാൽ യാക്കോബാണ് യേശുവിന് ശേഷം, യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ശിഷ്യന്മാർ ശുശ്രൂഷയ്ക്കായിട്ട് പോകുമ്പോൾ അനേകം പേരെ ഹല്ലേലൂയ കാലഘട്ടത്തിൽ പീഡകളുടെ സമയത്ത് കൊന്നൊടുക്കി. അതിൽ ആദ്യത്തെ രക്തസാക്ഷിയായത് ആരാന്നറിയാമോ? യാക്കോബായിരുന്നു. ഹല്ലേലൂയ. യോഹന്നാന്റെ സഹോദരൻ നമ്മൾ വായിക്കുന്നുണ്ട്. യാക്കോബിനെ വാൾ കൊണ്ട് കൊന്നു. ഹല്ലേലൂയ. മുമ്പിൽ വാളുണ്ട്. ധൈര്യത്തോടെ നിൽക്കണമെങ്കിൽ ഇങ്ങനൊരു അടയാളം യാക്കോബിന് വേണമെന്ന് യേശുവിന് നിർബന്ധമായിരുന്നു. കഴിഞ്ഞ 6 ദിവസം മുൻപ് ഹല്ലേലൂയ ആർക്കും കൊടുക്കാതെ, അവർ ചോദിച്ചിട്ടും അവർക്ക് കൊടുക്കത്തില്ലെന്ന് പറഞ്ഞ് കർത്താവ് മാറ്റിവെച്ചതേ. ഹല്ലേലൂയ. 6 ദിവസങ്ങൾക്ക് ശേഷം ഇവർക്ക് വേണ്ടി ഒരുക്കുക. മുൻപിൽ ഒരു വാളുണ്ട് യാക്കോബേ, അതിൻ്റെ മുൻപിൽ നിന്ന് ഭയം നോടാതിരിക്കാൻ. ഹല്ലേലൂയ. ഞാൻ നിനക്കൊരു അടയാളം തരാം. എവിടെ നിന്ന് വേണം അടയാളം? ആകാശത്തിൽ നിന്ന് അടയാളം വേണം. ഹല്ലേലൂയ. തീർന്നില്ല. ഇനി ആരാ? യോഹന്നാൻ. യേശുവിൻ്റെ മാറോട് ചേർന്നിരുന്ന, യേശു അധികം സ്നേഹിച്ച ശിഷ്യനെന്ന് മറ്റുള്ളവരാൽ പറയപ്പെട്ട. ഇതൊക്കെ പറച്ചിലാണ്. ഒരിക്കലും കർത്താവിന് വേർതിരിവില്ലെന്ന് വചനം പറയുന്നു. ഞാൻ അതാ വിശ്വസിക്കുന്നേ. മറ്റുള്ളവർ പറയും യേശു അധികം സ്നേഹിച്ച ശിഷ്യൻ. ഹല്ലേലൂയ. പിന്നൊന്ന്, തൻ്റെ മരണശേഷം തൻ്റെ മകൻ എന്നുള്ള ദൗത്യത്തെ ഏൽപ്പിക്കുവാനായി താൻ തിരഞ്ഞെടുത്തിരുന്ന ശിഷ്യൻ, അമ്മയെ നോക്കാൻ. അതിനുശേഷം പത്മോസിൻ്റെ ഏകാന്തതയ്ക്കകത്ത് അടുത്തു വരുന്ന തലമുറകൾക്ക് വേണ്ടിയുള്ള വെളിപ്പാടിനെ പ്രാപിക്കുവാൻ ഒറ്റപ്പെടലിൻ്റെ ഒരു മനുഷ്യന്റെ ജീവിതത്തിനകത്ത് ഏറ്റവും കഠിനമേറിയത് എന്താണെന്നറിയാവോ? ഒറ്റപ്പെടലാണ്. ഹല്ലേലൂയ. ഭ്രാന്ത് പിടിക്കും. ഒരു മുറിക്കകത്ത് മാത്രം നിങ്ങൾ അടച്ചൊതുക്കിയൊന്ന് ഇരുന്ന് നോക്കിയേ, നമ്മുടെ മനസ്സിൻ്റെ ഫുൾ കൺട്രോൾ പോകും. മനുഷ്യനൊരു സമൂഹ ജീവിയാണ്. ആരോടും മിണ്ടാതെ, ആരോടും പറയാതെ കുറച്ച് ദിവസം നിങ്ങൾ അടച്ചൊതുക്കി ഇരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഉറപ്പാ നിങ്ങളുടെ മനസ്സിൻ്റെ കൺട്രോൾ പോകും. നിങ്ങൾക്കൊരു നോർമൽ പേഴ്സൺ ആയിരിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. വർഷങ്ങൾ ഡൊമിനിഷ്യൻ ചക്രവർത്തി യോഹന്നാനെ നാട് കടത്തുമ്പോൾ ഹല്ലേലൂയ പത്മോസിന്റെ ദ്വീപിൽ ഒറ്റയ്ക്ക് കിടന്നിട്ട് വിറുവിറുക്കാതെ അവിടെ ഇരുന്ന് ദൈവമഹത്വം കണ്ട് ദൈവത്തിങ്കിൽ നിന്ന് അടുത്തൊരു ജനറേഷന് വേണ്ടി വെളിപ്പാടിനെ പ്രാപിച്ചെഴുതണമെങ്കിൽ യോഹന്നാനെ, ഇങ്ങനൊരു വെളിപ്പാട് നിനക്കാദ്യമേ ലഭിച്ചിരിക്കണം. ഹല്ലേലൂയ. ഇങ്ങനൊരു അടയാളം നിനക്കാദ്യമേ ലഭിച്ചിരിക്കണം. ഇന്ന് പകൽക്കാലം ഞാൻ ഇങ്ങനെ പറയും, ഇതിനകത്ത് നീ തളരുമെന്ന് പറയുമ്പോ, നീ ക്ഷീണിക്കുമെന്ന് പറയുമ്പോ, നിനക്ക് മുൻപിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടെന്ന് പറയുമ്പോ തളർന്നു പോകാതിരിക്കാൻ സ്വർഗം ചില അടയാളങ്ങളെ നിങ്ങൾക്ക് വേണ്ടി തരുവാൻ ശക്തൻ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. 3 പേരെ സെലക്ട് ചെയ്തു. ഈ 3 പേരെയും അപ്പോസ്തലപ്രവൃത്തി നോക്കണം, വലിയ നിയോഗങ്ങളോടെ ദൈവം എടുത്തുപയോഗിച്ചു. ഹല്ലേലൂയ. അസാധാരണമായ നിയോഗം. യോഹന്നാനെ കുറിച്ച് പഠിച്ചാൽ യോഹന്നാൻ മാത്രമാണ് വയസ്സായി മരിച്ച ഒരു മനുഷ്യൻ. ഹല്ലേലൂയ. യേശുവിൻ്റെ ശിഷ്യന്മാരിൽ 12 പേരിൽ വയസ്സായി മരിച്ച ഒരേ ഒരു ശിഷ്യനേ ഉള്ളൂ, അത് യോഹന്നാൻ മാത്രമാണ്. നോർമൽ ഡെത്ത്. പ്രായം ചെന്ന്
ഹല്ലേലൂയ. മരിച്ചൊരു മനുഷ്യൻ, ഹല്ലേലൂയ, പ്രായം ചെല്ലുമ്പോൾ പ്രത്യേകത എന്താ? കണ്ണിന് മങ്ങൽ വരും, നടുവിന് വേദന തുടങ്ങും. ഹല്ലേലൂയ. നമുക്കൊരു പ്രായം കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇതൊക്കെ വരും. പിന്നെങ്കിലും ദൈവം നടത്താൻ ശക്തനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു 70 വയസ്സൊക്കെ കഴിഞ്ഞു പോയ വേദനയാണ് കർത്താവ്, എന്നാലും എനിക്ക് വേദന വന്നല്ലൊന്നും പറയരുത്, നോർമലാണ്. ഹല്ലേലൂയ. അന്ന് മാത്രം ചെയ്ത് ഞാൻ വിടുക, ആവശ്യം ഇങ്ങോട്ട് വരിക. യോഹന്നാൻ നോർമൽ ഡെത്ത്, അല്ലെങ്കിൽ നോർമലായിട്ടൊരു മരണം, പ്രായം ചെന്ന് മരിച്ച ഒരു മനുഷ്യനേ ഉള്ളൂ അതിനകത്ത്, യോഹന്നാൻ മാത്രമാണ്. ഈ 3 ശിഷ്യന്മാരെ യേശു കർത്താവ് എങ്ങോട്ട് കൊണ്ടുപോകുന്നേ? മറുരൂപ മലയിലേക്ക് കൊണ്ടുപോകുന്നേ. നമുക്കറിയാം, ഇതേ 3 വ്യക്തികളെ തന്നെ യായിറോസിൻ്റെ ഭവനത്തിനകത്തും കൊണ്ടുപോകുന്നേ. ഹല്ലേലൂയ. മകളെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി പോകുമ്പോൾ അകത്ത്, റൂമിനകത്ത് കൊണ്ടുപോകുന്നേ. ഇവർക്ക് എന്താ പ്രത്യേകത? മുമ്പിലൊരു വലിയ നിയോഗമുണ്ടെന്നേ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ചില ഒറ്റപ്പെടലൂടെ കടന്നു പോകുന്നവരുണ്ടോ? മുമ്പിലൊരു വലിയ നിയോഗമുണ്ട്. ചില പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവരുണ്ടോ? മുമ്പിലൊരു വലിയ നിയോഗമുണ്ട്. അവൻ കർത്താവ് ചിലപ്പോൾ നിങ്ങളെ വേറിട്ട് കൊണ്ടുപോയി ചിലതിന് നിങ്ങൾക്ക് പകർന്നു തരുവാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹം എന്തെന്നറിയാമോ? മുൻപിലൊരു വലിയ നിയോഗമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ഇവരെ 3 പേരും ഉയർന്ന മലയിലോട്ട് കൂട്ടിക്കൊണ്ട് വചനം പറയുന്നു, അവരുടെ മുൻപിൽ രൂപാന്തരപ്പെട്ടു. രൂപാന്തരപ്പെടുക എന്ന് പറയുമ്പോൾ തൻ്റെ ആമേൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഒരു ഭാഗത്ത് ഇങ്ങനെ പറഞ്ഞു, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു കർത്താവിൻ്റെ മുഖഭാവം മാറി. ഹല്ലേലൂയ. തൻ്റെ വസ്ത്രം മിന്നുന്ന വെള്ളയായി തീർന്നു. ഹല്ലേലൂയ. ഏതുപോലാന്ന് ചോദിച്ചാൽ ഞാനിങ്ങനെ പറയും, അന്ന് തോട്ടത്തിനകത്ത് ആദാമിന് ഹവ്വയും എന്ത് ഡ്രസ്സായിട്ടിരുന്നേ? തേജസ്സിൻ്റെ വസ്ത്രം, അല്ലേ? ഒരു തേജസ്. ഹല്ലേലൂയ. അവരുടെ നഗ്നതയെ പോലും മറയ്ക്കത്തക്കവണ്ണം അവരുടെ മേൽ തേജസ്സിൻ്റെ വസ്ത്രം ഉണ്ടായിരുന്നു. അതുപോലെ യേശുവിൻ്റെ ശരീരം, യേശുവിൻ്റെ വസ്ത്രം മിന്നുന്ന വെള്ളയായി തീർന്നു. ആമേൻ. ഞാൻ പറയാം, പ്രാർത്ഥിക്കുന്നവരുടെ മുഖത്തിന് തേജസ് ഉണ്ടാകും. ഹല്ലേലൂയ. ആമേൻ. കുറേ ദിവസം പ്രാർത്ഥനയില്ലാത്തവരെ കണ്ടാലേ അറിയാം. അതിനൊരുപാട് ആമേൻ ആഴത്തിലുള്ള വെളിപ്പാടൊന്നും വേണ്ട. ഹല്ലേലൂയ. കുറേ ദിവസം പ്രാർത്ഥന ഇല്ലാത്തവരെ അടുത്ത് വരുമ്പോൾ ഞാൻ ചോദിക്കും, പ്രാർത്ഥന കുറവുണ്ടല്ലേ? നേരെ പറയില്ല. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. കാരണം പ്രാർത്ഥിക്കുന്നവരെ കണ്ടാലറിയാം, പ്രാർത്ഥിക്കാത്തവരെയും കണ്ടാലറിയാം. ഹല്ലേലൂയ. ആമേൻ. കാരണം പ്രാർത്ഥിക്കുന്നവരുടെ മുഖത്തിനൊരു തേജസ് ഉണ്ടാകും. ആമേൻ. നിങ്ങളുടെ ത്വക്കിൻ്റെ നിറം അല്ല നിങ്ങളുടെ സൗന്ദര്യം. ആമേൻ. എൻ്റെ കൂടെ ഉണ്ടോ? ഏറ്റവും നല്ല ബ്യൂട്ടി സോപ്പ് ഏതെന്നറിയാമോ? പറയ്. ഏറ്റവും നല്ല ബ്യൂട്ടി സോപ്പ് ഏതാ? ചന്ദ്രിക, മമ്മു, സന്തൂർ. ഹല്ലേലൂയ. പറഞ്ഞേ പറയ്. പിയസ്. ഏറ്റവും നല്ല ബ്യൂട്ടി സോപ്പ് ഇതൊന്നും അല്ല, പ്രാർത്ഥനയാ. ഹല്ലേലൂയ. ഏറ്റവും നല്ല ബ്യൂട്ടി സോപ്പ് ഏതാ? പ്രാർത്ഥനയാ. പ്രാർത്ഥന ഉണ്ടെങ്കിൽ നിങ്ങളുടെ മുഖത്തിന് നല്ല ഐശ്വര്യം ഉണ്ടാകും. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ പോലും അറിയത്തില്ല. ആമേൻ. ഹല്ലേലൂയ. നല്ല ഐശ്വര്യം ഉണ്ടാകും. എനിക്കൊരു സഹോദരിയുണ്ട്, ഇന്ന് നമ്മുടെ കൂടെ ഇല്ല, നമ്മുടെ ഇവിടെ ചർച്ചിലുണ്ടായിരുന്നതാണ്, താഴത്തെ ചർച്ച വെച്ച്. ഹല്ലേലൂയ. അവൾ ആദ്യം ചർച്ചയിൽ വന്നപ്പോൾ എനിക്ക് വേണ്ടി ആത്മാർത്ഥതയോടെ ആദ്യ നാളുകൾ എൻ്റെ ശുശ്രൂഷയ്ക്കായിട്ടൊക്കെ ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചു. എവിടെയെങ്കിലും ഒന്ന് കേൾക്കുമെന്ന് എനിക്കറിയത്തില്ല. ഭയങ്കര ആത്മാർത്ഥതയോടെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഹല്ലേലൂയ എൻ്റെ ഒരു സഹോദരി. ഹല്ലേലൂയ. ആമേൻ. അവൾ ആദ്യം ചർച്ചയിൽ വന്ന സമയത്ത്, പേര് പറഞ്ഞാൽ നിങ്ങൾ അറിയും, അതുകൊണ്ട് പറയത്തില്ല. പേര് പറഞ്ഞില്ലേലും നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ട്, എന്നാലും ഞാൻ പറയത്തില്ല. ഹല്ലേലൂയ. ഓക്കെ. ആമേൻ. അപ്പോൾ ആമേൻ ആദ്യ സമയത്ത് വന്നപ്പോൾ അവൻ ഉദരത്തിനകത്ത് ഒത്തിരി മുഴകളുണ്ടായിരുന്നു. കാലുമുട്ട് വയ്യ, കൈമുട്ട് വയ്യ, മുഖമൊക്കെ നല്ല കറുത്തിരുണ്ട് വേറെ രൂപത്തിലാണ് വന്നു. കുറച്ച് ദിവസം പ്രാർത്ഥനയിലും ആരാധനയിലും അഭിഷേകത്തിലും ഒക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ആളിൻ്റെ രൂപം മാറി. ഹല്ലേലൂയ. എന്നോട് അവൾ തന്നെ പറഞ്ഞ സാക്ഷ്യമാ. ഒരു ദിവസം ആമേൻ ഹല്ലേലൂയ അവളുടെ ദേശത്തോടെ, ഞാൻ ദേശം പറയില്ല, ആമേൻ നടന്നു പോകുമ്പോൾ അടുത്തൊരാള് ഇദ്ദേഹത്തോട് ഇവള് ആമേൻ അടുത്തൊരാളെ നോക്കി ചിരിച്ചു. ഹല്ലേലൂയ. ചിരിച്ചപ്പോൾ അവർ ചോദിച്ചു, മനസ്സിലായില്ല. ഞാൻ ഇന്നയാളാ. അയ്യോ, നീ അങ്ങ് മാറിപ്പോയല്ലോ. ഹല്ലേലൂയ. എന്താ കാര്യം? നേരത്തെ ഇല്ലാതിരുന്ന ഒന്ന്, ഒരു പ്രാർത്ഥനയും അഭിഷേകവും തൻ്റെ ജീവിതത്തിനകത്ത് വന്നപ്പോൾ തൻ്റെ മുഖം മാറി.
ഹല്ലേലൂയ. ആദ്യം ഇരുന്ന ഇരുണ്ട അനുഭവത്തിൽ നിന്ന് മാറി പ്രസന്നത വന്നു. ഏറ്റവും നല്ല ബ്യൂട്ടി സോപ്പ്. ഹല്ലേലൂയ. സ്കിൻ ടോൺ പല മടങ്ങ് നിറം വർദ്ധിക്കാൻ ഏറ്റവും നല്ല ബ്യൂട്ടി സോപ്പ്. നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ മതി. കാരണം പ്രാർത്ഥനയ്ക്കകത്തിരിക്കുമ്പോ വചനം പറയുന്നു, ഒരു സോപ്പും തേക്കാതെ യേശു കർത്താവിന്റെ മുഖം മിന്നുന്ന വെള്ളയായി, മിന്നുന്ന വെള്ളയായി തീർന്നു. ആമേൻ. ഇവര് നോക്കുക ഇവരുടെ യേശുവിന്റെ ശരീരത്തിന് വന്ന വ്യത്യാസത്തെ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഇവർ കാണുക ഹല്ലേലൂയ വന്ന വ്യത്യാസം. ഇവർ പറയുക, യേശു കർത്താവേ ഹല്ലേലൂയ, നമുക്കിവിടെ ഇരിക്കുന്നതാണ് നന്ന്, നമുക്ക് എങ്ങും പോകണ്ട. ഹല്ലേലൂയ. എത്ര പേർക്ക് തോന്നിയിട്ടുണ്ട് പള്ളിയിൽ വന്ന് ചർച്ചയിൽ വന്ന് ഇവിടെ തന്നെ ഇരിക്കുന്നതാണ് നല്ലതെന്ന്? ഹല്ലേലൂയ. തോന്നിയിട്ടുണ്ടോ? ഹല്ലേലൂയ. ഇവിടെ തന്നെ ഇരിക്കുന്നത് നന്ന്. എപ്പോൾ കഴിഞ്ഞു കിട്ടും ആരാധനയുടെ സമയം? 3 മണിക്കൂർ പാസ്റ്റർ വരുന്ന സമയം. പാസ്റ്റർ ഒന്ന് സമയത്തിന് വന്നൂടെ? ഞാൻ പറയാറുണ്ട് കേട്ടോ, സമയത്തിന് വന്ന് നിങ്ങൾ സമയത്തിന് വിടണമെന്ന്. ഹല്ലേലൂയ. കാരണം നിങ്ങളിങ്ങനെ പുറത്തിറങ്ങിയിട്ട് എപ്പോൾ വരുന്നതാ, സമയത്തിന് വിടത്തുമില്ല, ഈ പാസ്റ്റർക്ക് സമയത്തിന് വരാനും വയ്യ എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഉള്ള കാര്യമാണ്. ഹല്ലേലൂയ. നിങ്ങൾ കേട്ടിട്ടില്ലേ? ആരൊക്കെയോ പറയുന്നത്? നിങ്ങളല്ല പറയുന്നത്, വേറെ ആരൊക്കെയോ പറയുന്നത്. അത് തന്നെ. ഹല്ലേലൂയ. അവൻ സമയത്തിന് ആരാധന തീരത്തില്ല, സമയത്തിന് വിടത്തില്ല. ഹല്ലേലൂയ. ഇത് നിങ്ങൾ പറയുന്നതിന് മുമ്പേ ഞാൻ പാസ്റ്ററോട് പറയുന്നതാണ്. കാരണം നിങ്ങളെക്കാൾ എനിക്ക് കുറച്ചുകൂടെ നിങ്ങളെ അറിയാൻ തോന്നുന്നു. ഹല്ലേലൂയ. അവൻ ഞാനവിടെ പാസ്റ്ററോട് പറയുമ്പോൾ അവർ വരുന്ന സമയം അറിയാം. 8:45 ചർച്ചിനകത്ത് വരുന്നവരുണ്ട്. കർത്താവിനെ സ്തോത്രം. ക്ഷമയോടെ നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരിക്കുന്നതിനായി ഉറപ്പായും അതിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ തലമുറകളും അവൻ പ്രാപിക്കും. അതിന് ഞാൻ ഗ്യാരണ്ടി തരാം. ഹല്ലേലൂയ. ഉറപ്പായും. കാരണം ഒരു സെക്കൻഡെങ്കിലും നിങ്ങൾ ദൈവസന്നിധിയിൽ കൂടുതൽ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ, പിറുവിറുക്കാതെ നിങ്ങൾ നിന്നിട്ടുണ്ടെങ്കിൽ, പിറുവിറുക്കുന്നതിന് പ്രതിഫലം ഇല്ലേ? ഉറപ്പ് ഇല്ല, കിട്ടൂല. ഹല്ലേലൂയ. ഉറപ്പായിട്ടും പിറുവിറുക്കാതെ നിങ്ങൾ ദൈവസന്നിധിയിൽ നിൽക്കുന്നെങ്കിൽ 100% ഞാൻ ഗ്യാരണ്ടി പറയാം, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. ഓക്കെ, ആമേൻ. ഇവിടെ പത്രോസ് പറയുക, ദൈവ സാന്നിധ്യം ഇറങ്ങി നിൽക്കുമ്പോ യേശുവിന്റെ വസ്ത്രം മിന്നുന്ന വെള്ളയായി തീർന്ന് നോക്കുമ്പോഴുണ്ട് ആമേൻ. ഹല്ലേലൂയ. ഏലിയാവ് ഇറങ്ങി നിൽക്കുന്നു, മോശ ഇറങ്ങി നിൽക്കുന്നു. ഹല്ലേലൂയ. അസാധാരണമായ തേജസ്സിനകത്ത് ഇവർ 3 പേരും ഇരിക്കുന്നത് കണ്ടുടനെ പത്രോസ് വിളിച്ചു പറയാ, കർത്താവേ, നമ്മൾ ഇവിടെ ഇരിക്കുന്നതും നന്ന്. ആമേൻ. പത്രോസേ, താങ്കൾക്ക് വീട്ടിൽ പോണ്ടേ? വേണ്ട, ഈ സാന്നിധ്യത്തിനകത്തൊന്നിരുന്നാ മതി. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഏത് സമയത്തും ആ ദൈവ സാന്നിധ്യത്തിനകത്തിരിക്കാൻ താല്പര്യപ്പെടുന്നവരുണ്ടോ? പത്രോസ് പറയാ, എനിക്ക് വീട്ടിൽ പോണ്ട. പത്രോസേ, മഴ വരുമല്ലോ, എനിക്ക് വീട്ടിൽ പോണ്ട. പത്രോസ് പറയാ, മഴ വന്നാലും വെയിൽ വന്നാലും ശരി, ഞാനൊരു കാര്യം ചെയ്യാം, ഒരു 3 കുടിലുണ്ടാക്കാം. എത്ര കുടിലുണ്ടാക്കാം? 3 കുടിൽ. ആർക്കൊക്കെയാണ്? 1 യേശു, ഏലിയാവ്, മോശ. മൊത്തം ഈ മലയിൽ എത്ര പേരുണ്ട്? 6 പേരുണ്ട്. അപ്പൊ എത്ര കുടിലുണ്ടാക്കണം? മഴ പെയ്ത് ആദ്യം എവിടെ വരുള്ളൂ? മലമുകളിലേ വരുള്ളൂ. വെയിൽ വന്ന് ആദ്യം എവിടെ വരത്തുള്ളൂ? മലമുകളിൽ വരത്തുള്ളൂ. പക്ഷേങ്കിലും പത്രോസ് പറയുക, 3 ഉണ്ടാക്കാം. അപ്പൊ നിങ്ങൾക്ക് കുടിലൊന്നും വേണ്ടേ? വെയിൽ വന്നാലും മഴ വന്നാലും നനഞ്ഞാലും കരിഞ്ഞാലും കുഴപ്പമില്ല. ഹല്ലേലൂയ. ഈ സാന്നിധ്യം വിട്ടുമാറാതിരുന്നാൽ ഏതു വെയിലിലും ഏതു മഴയിലും ഏതു തണുപ്പിലും ഈ സാന്നിധ്യത്തിനകത്ത് നിങ്ങളോടൊപ്പം ഇരിക്കുമ്പോൾ കർത്താവേ, ഞങ്ങൾ താല്പര്യപ്പെടുന്നു. കുടിലുണ്ടാക്കാന്ന് പറയാ. വിട്ടുപോകാൻ താല്പര്യമില്ല. ദൈവ സാന്നിധ്യത്തിനകത്തിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടർ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പറയാൻ പറ്റും, കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം വിട്ടുപിരിയാതെ എനിക്ക് സാന്നിധ്യത്തിനകത്ത് അങ്ങയോടൊപ്പം ഇരിക്കണം. ഹല്ലേലൂയ. ആർക്കും ലഭിക്കാത്തൊരു സെലക്ഷൻ നിങ്ങളുടെ മേൽ വീണിട്ടുണ്ടെങ്കിൽ, ആർക്കും ലഭിക്കാത്തൊരു ദൈവ സാന്നിധ്യം നിങ്ങളുടെ മേൽ ദൈവം ഇട്ടിട്ടുണ്ടെങ്കിൽ, അതിനൊരൊറ്റ പ്രത്യേകതയുള്ളൂ, യു ആർ എ സ്പെഷ്യൽ. ഹല്ലേലൂയ. യേശുവിന് ശിഷ്യന്മാരുടെ കുറവുണ്ടായിട്ടല്ല ഈ 3 പേരെയും കൊണ്ട് മുകളിലോട്ട് കയറിപ്പോയത്. തിരിച്ചറിയണം, യേശുവിന് ശിഷ്യന്മാർ കുറവുണ്ടായിരുന്നു.
യേശുവിൻ്റെ ചുറ്റും എപ്പോഴും ആയിരങ്ങൾ 10,000 ഉണ്ടായിരുന്നു അല്ലേ? തൊട്ടു മുമ്പ് ഹല്ലേലൂയ 5 അപ്പം കൊണ്ട് 5000 പോലെ പോഷിപ്പിച്ചപ്പോൾ 5000 പുരുഷന്മാർ, പിന്നെ സ്ത്രീകളുടെയും കുട്ടികളുടെയും കണക്ക് വേറെയാ. ഹല്ലേലൂയ. ആമേൻ. 10,000 യേശുവിന് ചുറ്റുമുണ്ടായിരുന്നു. അതിനകത്തുനിന്ന് മറ്റൊരിടത്ത് ഒരു 500 ശിഷ്യന്മാരുടെ കണക്ക് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. അത് കഴിയുമ്പോൾ 72 പേരെ അയക്കാനായി ദൈവം യേശു കർത്താവ് തിരഞ്ഞെടുത്തു പറയുന്നു. അതിനകത്തുനിന്നൊരു 12 പേരെ തിരഞ്ഞെടുത്തു. അതിൻ്റെയും അകത്തുനിന്നൊരു 3 പേർ. ഞാൻ പറയും, ഈ 3 പേരെ കർത്താവ് സെലക്ട് ചെയ്യുമ്പോഴേ 5 ഘട്ടം ആമേൻ സെലക്ഷൻ കഴിഞ്ഞാ വരുന്നേ. ഇത് നിസ്സാരമാണോ? അല്ലെന്ന് വേദപുസ്തക പണ്ഡിതന്മാർ അതിനെ ഇന്നർ സർക്കിൾ എന്നാ പറയുന്നേ. ഓ ഹല്ലേലൂയ. 5 ഘട്ടം. ജോലി വാങ്ങാൻ PSC ഓഫീസിൽ പോയാൽ ലക്ഷങ്ങൾ എഴുതുന്ന ഒരു ടെസ്റ്റ്, അവൻ പോലീസ് ജോലിയാന്ന് വെച്ചോ, പിന്നെ അതിൽ നിന്നൊരു ലിസ്റ്റ് ഇടും. ആ ലിസ്റ്റിനകത്തുനിന്ന് ഒരു ഫിസിക്കൽ, അവൻ ഫിസിക്കലും കഴിഞ്ഞ് അതിൽ നിന്നൊരു ലിസ്റ്റ് ഇടും. പിന്നെ അതിൽ നിന്നൊരു മെഡിക്കൽ, അല്ല അതിൽ നിന്നും ഒരു ലിസ്റ്റ് ഇടും. മെഡിക്കലും കഴിഞ്ഞ ശേഷം പിന്നെ ലിസ്റ്റ് ഇട്ടിട്ട് അതിനകത്തുനിന്ന് മേളിൽ കിടക്കുന്ന കുറേ പേരെ, അതിന് പോലും 4 സ്റ്റെപ്പ് വെരിഫിക്കേഷനേ ഉള്ളൂ, 4 ഫിൽട്രേഷനേ ഉള്ളൂ. ഫിൽട്രേഷനേ ഉള്ളൂ. കർത്താവ് 5 സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് എടുത്തേ. 10,000 ഇടയിൽ നിന്ന് ഒരു 500 പേരെ മാറ്റി. 500 പേരെ ഇടയിൽ നിന്ന് ഒരു 72 പേരെ മാറ്റി. 72 ഇടയിൽ നിന്ന് ഒരു 12 മാറ്റി. 12 ഇടയിൽ നിന്ന് ഒരു 3 പേർ. എന്തിനാണെന്നറിയാമോ? അവൻ ആരൊക്കെയോ ചോദിച്ച ചോദ്യത്തിന് അവർക്ക് മുഴുവനും മറുപടി കൊടുക്കാൻ ആമേൻ ഹല്ലേലൂയ താല്പര്യമില്ലാതെ ഒരുക്കമല്ലാത്ത യേശു അവൻ തിരഞ്ഞെടുക്കപ്പെട്ട 3 പേരെ, 1 2 അല്ലെന്നേ, 10,000 പിന്തള്ളി അതിനകത്തുനിന്നൊരു 3 പേരെ തിരഞ്ഞെടുത്ത് ഉയരത്തിലെ ആ ഒരു മലമുകളിൽ കൊണ്ടുപോവുക. അവിടെ സ്വർഗം പറയുക, അവർക്ക് കൊടുക്കാത്തത് ഞാൻ നിനക്ക് തരും. അവര് ചോദിച്ചിട്ട് മറുപടി പറയാത്ത ആ അടയാളം ഞാൻ നിങ്ങൾക്ക് തരാൻ പോകും. ആർക്കും കയറാൻ കഴിയാത്ത ഒരു മണ്ഡലത്തിനകത്തേക്ക് സ്വർഗം നിന്നെ ക്ഷണിക്കുമ്പോ തിരിച്ചറിഞ്ഞോണം, അതൊരു സാധാരണ മണ്ഡലമല്ല, അതൊരു അപകടം പിടിച്ച മേഖലയാ. അതുപോലെ തേജസ് വേറൊന്നുമില്ല. പക്ഷെ ഒരു സാധാരണ മണ്ഡലമല്ലത്, അതൊരു ഡേഞ്ചർ സോണാണെന്ന് പറയാം. ഹല്ലേലൂയ. കാരണം സ്വർഗം ഇറങ്ങിയാൽ അവിടെ നിൽക്കാൻ മനുഷ്യന് കഴിയത്തില്ല. അവൻ പഴയ നിയമ കാലഘട്ടത്തിനകത്ത് ഒരു മനുഷ്യൻ അതിനകത്തോട്ട് കയറി, പേര് മോശ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആരും പർവ്വതത്തെ തുടരുതെന്ന് പറഞ്ഞപ്പോ പർവ്വതത്തിന്റെ മുകളിലേക്ക് ഒരുവൻ സധൈര്യം കയറി പോകുക. എന്തിനാണെന്നറിയാമോ? ദൈവത്തിന്റെ കൂടെ 40 രാവും 40 പകലും ആ ദൈവ സാന്നിധ്യത്തിനകത്തിരിക്കാൻ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ചിലർ പറയും ദൈവത്തോട് കൂടുതൽ അടുക്കല്ലേ. ഹല്ലേലൂയ. ഞാൻ പറയും, കൂടുതൽ അടുത്താൽ നിങ്ങൾ ലോകത്തിൽ നിന്ന് മാറും, ദൈവത്തോട് ചേരും. ഹല്ലേലൂയ. അതിനൊരു പ്രത്യേകതയുണ്ട്. അത് മറ്റുള്ളവർക്ക് അംഗീകരിക്കാൻ പറ്റിയാലും ഇല്ലേലും അത് നടക്കുന്ന നമുക്കതൊരു വ്യത്യസ്ത അനുഭവമാണ്. അതെല്ലാവർക്കും അംഗീകരിക്കാൻ കഴിയത്തില്ല. പക്ഷെ അതിൽ നടക്കുന്നവൻ പറയും, കാൽച്ചുവട്ടിൽ പ്രശ്നമുണ്ട്, പ്രതികൂലമുണ്ട്, കാറ്റുണ്ട്, തിരമാലയുണ്ട്, പക്ഷെ അതൊന്നും എന്റെ മേലല്ല. ഞാൻ നടക്കുന്നത് ദൈവിക മഹത്വത്തിലായതുകൊണ്ട് അതിനൊന്നിനും എന്നെ കവിയുവാൻ ചാടിയില്ല. ഓഹോ ഹോ ഹോ നിനക്ക് പ്രതികൂലമല്ലെന്നല്ല പറയുന്നേ. ആ റയറായിട്ടുള്ള കുറച്ചു പേർ മാത്രം കയറി ചെല്ലുന്ന ആ ഇന്നർ സർക്കിളിനകത്തേക്ക് 5 ടൈപ്പ് ഫിൽട്രേഷൻ കഴിഞ്ഞ് 3 പേരെ കൊണ്ടുപോകുമ്പോ സ്വർഗം പറയും, വാ, ആർക്കൊക്കെയോ കൊടുക്കാൻ വിസമ്മതിച്ച ഒരനുഭവം, ഒരടയാളം ഞാൻ നിനക്ക് തരാം. ആർക്കൊക്കെയോ കൊടുക്കാൻ വിസമ്മതിച്ചത് ചോദിക്കാൻ ആളുണ്ടായിരുന്നു.
ആകാശത്തിൽ നിന്ന് അടയാളം കാണാൻ താല്പര്യമുള്ളവർ 10,000 ഉണ്ടായിരുന്നു. പക്ഷെ അവർക്കൊക്കെ നിഷേധിച്ചപ്പോ ഒരു 3 പേരെ സ്വർഗം വിളിച്ചോണ്ട് പോവുക. ആരും കയറി ചെല്ലാൻ താല്പര്യപ്പെടാത്ത ഒരു ഉയർന്ന മലയിലേക്ക് മോശയോട് ചോദിക്കുക, ഞാൻ കയറിയാൽ തൊടാൻ വരുമ്പോ അവര് തട്ടിപ്പോകും. പക്ഷേ അവൻ വിളിക്കപ്പെട്ടവൻ പറയും, എന്നെ വിളിച്ചത് താഴെ അടിവാരത്തിൽ ഭയന്ന് നിൽക്കാനല്ല, കർത്താവിനോട് കൂടെ വസിക്കുന്ന അഭിഷേകത്തിന്റെ അടുത്ത തലത്തിലേക്ക്, പ്രാർത്ഥനയുടെ അടുത്ത തലത്തിലേക്ക്, ആത്മീക അഭിഷേകത്തിന്റെ അടുത്ത തലത്തിലേക്ക് കയറാനാണെങ്കിൽ അവിടെ നടത്തുന്നവൻ, അവിടെ വെയിറ്റ് ചെയ്യുന്നവൻ, ഞാൻ പിന്മാറത്തില്ല. ആ ഉയർന്ന തലത്തിൽ നടക്കുന്നവർക്കുള്ള പ്രത്യേകത എന്തെന്നറിയാമോ? ആമേൻ. നീ ഉയർന്നിരിക്കുന്തോറും പ്രശ്നം നിങ്ങളുടെ കാൽച്ചുവടായിരിക്കും. നമ്മൾ ഉയർന്നു വരുന്തോറും പ്രശ്നം എവിടായിരിക്കും? പ്രശ്നം ഇല്ലെന്ന് പറയത്തില്ല, ഉണ്ട്. പ്രശ്നം വരത്തില്ലേ? വരും. പക്ഷെ എവിടായിരിക്കും? ഹല്ലേലൂയ. താഴെ നിൽക്കുന്നവന് പ്രശ്നം വലുതാ, പക്ഷെ ഉയരം നിൽക്കുന്നവന് പ്രശ്നം താഴെയാ. ഇന്ന് നിങ്ങൾക്ക് എവിടെ നിൽക്കണം? നിങ്ങളുടെ പ്രശ്നം വലുതാകണമോ? ഹല്ലേലൂയ. എങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ആരും കയറി ചെല്ലാൻ മടിക്കുന്ന ഹല്ലേലൂയ ആ ഇന്നർ സർക്കിളിനകത്തേക്ക് ഇന്ന് പകൽക്കാലം പറയാ, എനിക്ക് ആ സാന്നിധ്യത്തോട് കയറി വരണം, അതിൽ വസിക്കണം, അതിൽ നിൽക്കണം, അതിൽ നടക്കണം. അതിന് ഞാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. അതിനകത്ത് പ്രയാസത്തിന് കയറി അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ബാധ്യതയുണ്ട്, പക്ഷെ ബാധ്യത നിങ്ങളെ തളർത്തത്തില്ല. ആമേൻ. അതൊരു സൈഡിൽ നിൽക്കും. അതിനെ മാനേജ് ചെയ്യാൻ ദൈവം നിങ്ങൾക്ക് പരിജ്ഞാനം തരും. നിങ്ങൾക്ക് വിഷയങ്ങളുണ്ട്, പക്ഷെ ആ വിഷയം നിങ്ങളെ തളർത്തത്തില്ല. അതിനെ ഒരു കാൽ കീഴിൽ നിർത്തിയിട്ട് അതിൻ്റെ മേൽ നടക്കുവാൻ ദൈവം നിങ്ങളുടെ മേൽ ശക്തി പകരും. ഇന്ന് പകൽക്കാലം പറയാൻ പറ്റും, കർത്താവേ, ആരും കയറി ചെല്ലാൻ മടിക്കുന്ന ആ ദൈവിക അനുഭവത്തിലേക്ക്, ദൈവമുള്ള ആഴത്തുള്ള ബന്ധത്തിനകത്തേക്ക് ഇന്ന് അങ്ങനെ ക്ഷണിച്ചാൽ ഞാൻ മടികൂടാതെ കയറി വരുവാൻ താല്പര്യത്തോടെ ആയിരിക്കുന്നു എന്ന് പറയുന്നവരുണ്ടോ? സ്വർഗം പറയുക, പല തവണ ഫിൽട്രേഷൻ കഴിഞ്ഞിട്ട് ഈ സെലക്ഷൻ നിന്റെ അടുക്കലേക്ക് വന്നത്. നീ ഒന്ന് പറഞ്ഞാൽ ചില മേഖല ഉയർന്ന തലങ്ങളിലേക്ക് നിന്നെ കൊണ്ടുപോകുവാൻ പ്രാപ്തിയുള്ള ഒരുവൻ, ആഗ്രഹിക്കുന്ന ഒരുവൻ ഇന്ന് പകൽക്കാലം ചിലരെ ഇതിനകത്തുനിന്ന് ആ ദൈവിക അനുഭവങ്ങളിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക. അഭിഷേകത്തിന്റെ ശക്തി ഇന്ന് പകൽക്കാലം ചിലരെ ദൈവത്തിങ്കലേക്ക് കൂടുതൽ വലിച്ചെടുക്കണേ. ഇന്ന് പകൽക്കാലം പറയാൻ പറ്റും, കർത്താവേ, എനിക്ക് ആ ഇന്നർ സർക്കിളിനകത്തൊന്ന് കയറാൻ, 10,000 കൂട്ടത്തിൽ നിൽക്കാനല്ല, 500 കൂട്ടത്തിൽ നിൽക്കാനല്ല, 72 കൂട്ടത്തിൽ നിൽക്കാനല്ല, 12 കൂട്ടത്തിൽ നിൽക്കാനല്ല, ആ 3 കൂട്ടത്തിൽ ദൈവ സാന്നിധ്യത്തിനകത്ത് നിൽപ്പാൻ എനിക്കൊരാഗ്രഹമുണ്ട്, എനിക്കൊരു കൊതിയുണ്ട്. അങ്ങയുടെ കരങ്ങളിലേക്ക് എന്നെ ഇന്ന് പകൽക്കാലം ഏൽപ്പിക്കുന്നെന്ന് പറയുന്നവരുണ്ടോ? ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുക. ഒരു നിമിഷം എല്ലാവരും കണ്ണുകളെ മൂടിയേ ഒന്ന് എഴുന്നേറ്റേ. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. 10,000 നിൽക്കുന്ന ഒരു മണ്ഡലമുണ്ട്. അവിടെ നിന്നാൽ മല നിനക്കുയർന്നതാ. 500 പേർ നിൽക്കുന്നവരുണ്ട്. അവിടെ നിന്നാലും മല നിന്റെ മുൻപിൽ ഉയർന്നു തന്നെ ഇരിക്കും. 72 പേരുണ്ട്. മലയുടെ വലിപ്പം കുറയും, എന്നാലും മല നിനക്ക് ഉയർന്നു തന്നെ നിൽക്കുന്നേ. 12 വന്നാലും മല മുൻപിലുണ്ട്. പക്ഷെ 3 വാ, കർത്താവ് ക്ഷണിക്കുക. ഇന്ന് പകൽക്കാലം ദൈവ സാന്നിധ്യത്തിനകത്ത് അതിന്റെ പൂർണ്ണതയിൽ അഭിഷേകത്തെ നയിക്കപ്പെടുന്ന, ദൈവ സാന്നിധ്യത്തെ നയിക്കപ്പെടുന്ന ആ പ്രത്യേക തലത്തിലേക്ക് ഇന്ന് പകൽക്കാലം സ്വർഗം ചിലതിനെ ക്ഷണിക്കുക. പറയാൻ പറ്റുമോ, കർത്താവ്, എനിക്ക് കൊതിയുണ്ട്, എനിക്ക് കൊതിയുണ്ട്. ആരും കയറി ചെല്ലാൻ ഭയക്കുന്ന അസാധാരണമായ ആ സാന്നിധ്യത്തിനകത്തോട്ടൊന്ന് കയറി നിൽക്കാൻ എനിക്ക് കൊതിയുണ്ട്.
പറയാൻ പറ്റുമോ ഭർത്താവിനോട്? ഇന്ന് പ്രശ്നം എൻ്റെ തലയ്ക്ക് മുകളിലാണെങ്കിൽ പ്രശ്നങ്ങൾ എൻ്റെ കാൽ കീഴിൽ വരുന്ന ആ ദൈവ കൃപയിൽ, ആ ദൈവിക അഭിഷേകത്തിൻ്റെ തലത്തിൽ കയറി നിൽപ്പാൻ എനിക്ക് കൊതിയുണ്ടപ്പാ. ഓരേ കാലവശന്തരെ കൊതിയാണപ്പാ, കൊതിയാണപ്പാ നിൻ സാന്നിധ്യത്തിൽ മറയാൻ. കൊതിയാണപ്പാ, കൊതിയാണപ്പാ നിൻ ഹിതങ്ങൾ ചെയ്യുവാൻ. എന്നെ സ്നേഹിച്ചിടുന്ന, എന്നെ മാനിച്ചിടുന്ന നല്ലൊരപ്പാവുണ്ട്, നല്ലൊരു ദൈവമുണ്ട്, നല്ലൊരപ്പാവുണ്ട്, നല്ലൊരു ദൈവമുണ്ട്. കൊതിയാണപ്പാ, കൊതിയാണപ്പാ നിൻ സാന്നിധ്യത്തിൽ മറയാൻ. കൊതിയാണപ്പാ, കൊതിയാണപ്പാ നിൻ ഹിതങ്ങൾ ചെയ്യുവാൻ. ഒന്നുകൂടെ പറഞ്ഞേ, കൊതിയാണപ്പാ, കൊതിയാണപ്പാ നിൻ സാന്നിധ്യത്തിൽ മറയാൻ. കൊതിയാണപ്പാ, കൊതിയാണപ്പാ നിൻ ഹിതങ്ങൾ ചെയ്യുവാൻ. പരിശുദ്ധനെ, ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പാദപീഠത്തിലേക്ക് വരുന്നു. ആർക്കും കയറി ചെല്ലാൻ കഴിയാത്ത മഹത്വത്തിൽ വസിക്കുന്നവനെ, ആ മഹത്വത്തിൽ നടക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ആമേൻ. 5 സമയത്ത് 5 തലങ്ങളിലുള്ള ഫിൽട്രേഷൻ കഴിഞ്ഞ ഒരു 3 പേരെ സെലക്ട് ചെയ്ത് കഥാവേ, ആരൊക്കെയോ ചോദിച്ച അടയാളത്തെ അവരുടെ മുൻപിൽ ആകാശത്തിൽ നിന്ന് ഒരു മേഘമായി ഇറങ്ങി വന്ന് വെളിപ്പെടുത്തിയെങ്കിൽ അതുപോലെ ആമേൻ ഹല്ലേലൂയ ദൈവ സാന്നിധ്യത്തിനകത്ത് ആമേൻ ഹല്ലേലൂയ ദൈവ കൃപയുടെ നടുവിൽ, ദൈവിക മഹത്വത്തിൻ്റെ നടുവിൽ നടക്കുവാൻ ആരും കയറി ചെല്ലാൻ ഭയക്കുന്ന ഒരു അസാധാരണമായ ആത്മീക അന്തരീക്ഷത്തിനകത്ത് നടക്കുവാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണം. അവിടെ പ്രശ്നങ്ങൾ ഞങ്ങളുടെ കാഴ്ചപ്പാടാണല്ലോ. ഹല്ലേലൂയ. പ്രശ്നങ്ങളെ ഓവർകം ചെയ്യുന്ന ഒരു അസാധാരണമായ സാന്നിധ്യം ഞങ്ങളുടെ മേൽ പൊതിയട്ടെ. ഞങ്ങളുടെ കരങ്ങളിലേക്ക് തരുന്നു. ഇന്ന് പകൽക്കാലം ഒരു കൂട്ടം പേർ ആ സാന്നിധ്യത്തിന് വേണ്ടി ആഗ്രഹിച്ച് അതിനകത്ത് നടക്കുമാർ കർത്താവ് ശക്തീകരിക്കണം. മഹത്വം ചലിക്കണം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം. നല്ല പിതാവേ, ആമേൻ.